ഇത് കഴിച്ചാലേ വീണ്ടും വീണ്ടും കഴിക്കാതിരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് രുചിയുള്ള ഒരു സ്വീറ്റാണ്. ഉണ്ടാക്കാനാണെങ്കിൽ വളരെയധികം എളുപ്പവും വെറും 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു പാൻ എടുക്കാം. അതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ പാക്കറ്റിലൊക്കെ വാങ്ങിക്കുന്ന ആട്ടപ്പൊടിയില്ലേ അത്. ഇനി നമ്മൾ ചേർക്കുന്നത് 1/2 കപ്പ് കടലപ്പൊടിയാണ്. ഇത് കടലപ്പൊടി ഇല്ലാതെ ഉണ്ടാക്കാം, ഗോതമ്പ് പൊടി തന്നെ എടുത്തിരുന്നാൽ മതി 1 കപ്പ്. പക്ഷേ കടലപ്പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. ഇനി നമുക്കൊരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. മിൽക്ക് പൗഡറും ഓപ്ഷണലാണ്, പക്ഷെ ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ടേസ്റ്റ് ആയിരിക്കും. 1 നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കുന്നുണ്ട്. തീ ഇതുവരെയ്ക്കും കത്തിച്ചിട്ടില്ല. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്ക് അതിലെ നടുഭാഗം കുറച്ചൊരു സ്പേസ് ആക്കി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ നടുവിലേക്ക് 1/4 കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും ചേർക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലിന് പകരം ഒലീവ് ഓയിൽ വേണമെങ്കിൽ ചേർക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. മിക്സ് ആക്കിയിട്ടുണ്ട്. നമുക്കിത് സെറ്റ് ആക്കാനുള്ള ട്രേ റെഡിയാക്കാം. ഞാൻ ഒരു കേക്ക് ട്രേ ആണ് എടുക്കുന്നത്. ഇല്ലെങ്കിൽ സാധാരണ ചോറ്റും പാത്രം ആണെങ്കിൽ വട്ടത്തിലുള്ളതോ സ്ക്വയർ ചോറ്റും പാത്രം ഏത് വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ കൂടെ വെച്ച് കൊടുക്കുക. അത് ഡീമോൾഡ് ചെയ്ത് എടുക്കാൻ എളുപ്പമായിരിക്കും. ബട്ടർ പേപ്പർ ഇതുപോലെ കട്ട് ചെയ്യാൻ അറിയാലോ അല്ലേ? ഞാൻ അറിയാവുന്നുള്ളതുകൊണ്ട് ഞാൻ വിശദമാക്കുന്നില്ല. അതിൽ കുറച്ച് നെയ്യ് ആക്കി കൊടുക്കുന്നുണ്ട്. നമുക്കൊരു 5-6 കാഷ്യൂനട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ തരിയായിട്ട് അങ്ങ് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പും 2 ടേബിൾ സ്പൂണും പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 3 ഏലക്ക തൊലി പൊടിച്ചങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ കത്തിച്ചു കൊടുക്കാവേ. ഇനി നമുക്കിതൊന്ന് മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലൊരു ഡാർക്ക് കളർ ആവുന്ന വരെ നമുക്കൊന്ന് ചൂടാക്കി കൊടുക്കാം. ഗോതമ്പ് പൊടിയുടെയും കടലപ്പൊടിയുടെയും പച്ചമണമൊക്കെ മാറി കുറച്ച് നല്ലൊരു ഡാർക്ക് കളർ വരും. ഇത് നല്ല ഡാർക്ക് കളറായി വന്നിട്ടുണ്ട്. നല്ല മൂത്ത മണം വരുന്നുണ്ട്. അത് മാത്രമല്ല അതിന്റെ ടെക്സ്ചർ അങ്ങ് മാറി കുറച്ചൊന്ന് ലൂസായിട്ട് വരും. ആ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ചുരുങ്ങും. അതുകൊണ്ടാണത് ലൂസായിട്ട് വരുന്നത്. ഇപ്പോൾ ഒരു 7 മിനിറ്റ് ഒക്കെ ഇളക്കിയിട്ടുള്ള തീ ഓഫാക്കി കൊടുക്കാം. തീ ഓഫാക്കി 1 മിനിറ്റ് ആ നല്ലൊരു ചൂട് ഒന്ന് കുറഞ്ഞതിന് ശേഷം അതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ തീ ഓഫാക്കിയിട്ടാണ് ഉള്ളത്. തീ കത്തിക്കരുത്. ചൂടാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലൂസായി പോയി മാവ്. പിന്നെ ഒരുപാട് തണുത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം സെറ്റായി കിട്ടാനും ബുദ്ധിമുട്ട്. അപ്പം മീഡിയം ചൂടിൽ വേണം പഞ്ചസാര പൊടി ഇട്ട് കൊടുക്കാൻ. ഇപ്പം എല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോഴും ഈ ഒരു സംഭവം ഉണ്ടാക്കുമ്പോൾ ഇത് ഇച്ചിരിയെങ്കിലും ഒന്ന് എടുത്ത് വായിലിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അത്രയും നമുക്കിങ്ങനെ വായിൽ വെള്ളം വരുന്നുണ്ട് ഉണ്ടാക്കി റെഡി ആകുമ്പോഴത്തെ തന്നെ. നല്ല ടേസ്റ്റാണ്. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് എല്ലാം ഒന്ന് എല്ലായിടത്തോട്ടും നിറയെ പോലെ നിരത്തി കൊടുക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അങ്ങ് കൊടുക്കാം. സ്പൂൺ എടുത്താൽ മതി. സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഷേപ്പായിട്ട് വരും. ഇനി ഇതൊന്ന് നന്നായിട്ട് തണുത്ത് വരണം. ഇപ്പം തന്നെ കഴിക്കുക, അതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമുക്കിത് സെറ്റായിട്ട് കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ തണുത്ത് കഴിഞ്ഞാലേ കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. എല്ലായിടത്തുമായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോഴാണ് എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഇടണം തോന്നി. ഫ്ലാക്സ് സീഡ് ഇരിക്കുന്നുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അതെടുത്ത് കുറച്ച് അതിൻ്റെ മുകളിലിട്ട് അതൊരു വെറൈറ്റി സംഭവമല്ലേ. അത് വേണമെന്നൊന്നുമില്ല കേട്ടോ, കാണാനൊരു ഭംഗിക്ക് കിട്ടുന്നേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ദീപാവലി സ്വീറ്റ്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ കാണാറില്ലേ സിൽവർ പേപ്പർ, അത് എഡിബിളാണ്. സെയിലൊക്കെ ചെയ്യാനാണെങ്കിൽ അത് വെച്ച് കൊടുക്കാം. ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറി കഴിയുമ്പോൾ കട്ട് ചെയ്തെടുക്കാം. ഞാനിതേ ഒന്ന് തണുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഫ്രീസറിലേക്ക് വെച്ച് എടുക്കുകയാണ്. പെട്ടെന്ന് സെറ്റായി കിട്ടും. അത്രയ്ക്ക് അങ്ങോട്ട് ക്ഷമയില്ല എനിക്ക്. നിങ്ങൾ എങ്ങനെയാണോ? ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് മുറിച്ച് കട്ട് ചെയ്ത് എടുക്കാൻ ഒരു ടെൻഡൻസി കൂടുതലുണ്ടോ? ഇപ്പം ചൂടൊക്കെ മാറി തണുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുത്തിട്ടൊന്നുമില്ല. ആ ചൂട് മാറി ഒന്ന് സെറ്റായിട്ടുണ്ട്. നമുക്കിതിങ്ങനെ എടുക്കാം. പേപ്പർ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വലിച്ചെടുക്കാം. ചെറുതായിട്ട് കീറി പോകുന്നുണ്ട്, കുഴപ്പമില്ല. എടുത്ത് പെട്ടെന്ന് തന്നെ പേപ്പർ അങ്ങ് മാറ്റി എടുക്കാനായിട്ട് പറ്റും. പ്ലേറ്റിൽ വെച്ച് കൊടുക്കാം. കട്ട് ചെയ്യാം. അടിപൊളി. കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല സൂപ്പറായിട്ട് കട്ട് ചെയ്ത് വരുന്നുണ്ട്. സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ദീപാവലി സ്വീറ്റായിട്ട് സെയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ വെറുതെ അല്ല കേട്ടോ. ശരിക്കും സെയിൽ ചെയ്താൽ നല്ല ലാഭമുള്ള ഒരു സംഭവമാണത്. നല്ല ഡിമാൻഡും ഉണ്ടാകും കേക്കിനെക്കാട്ടിലും. ഇപ്പം ഈ ഒരു സെറ്റ് സെയിൽ ചെയ്യാനായിട്ട് ഒരു 250 റുപ്പീസൊക്കെ വേണം വാങ്ങിക്കാം. പെർ പീസായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ 15 രൂപയൊക്കെ വാങ്ങിക്കാം ഒരു പീസിന്. എളുപ്പമല്ലേ? എന്ത് എളുപ്പത്തിൽ ഉണ്ടായി കഴിഞ്ഞു. എന്ത് ടേസ്റ്റ് ഉള്ളൊരു സംഭവം ഇത്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓൾറെഡി ടേസ്റ്റ് ചെയ്തതാണ്. കഴിക്കട്ടെ. വായിലിട്ടാൽ മതി, അലിഞ്ഞു പോകുന്നുണ്ട്. ചവയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഭയങ്കര സോഫ്റ്റ്, മെൽറ്റ് ഇൻ യുവർ മൗത്ത് എന്നൊക്കെ പറയില്ലേ, അതുപോലെ. മിൽക്ക് പേഡയുടെ ടെക്സ്ചറും സോൻ പപ്പടിയുടെ ടേസ്റ്റും അടിപൊളിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഹാപ്പി ദിവാലി.
ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.